കണ്ണ ചേച്ചിക്കൊക്കെ എടുക്കാണ്. കണ്ണന് ഫോണ് കണ്ട ഭയങ്കര ഇഷ്ടാട്ടോ. ഫോണ് കണ്ട അതിനോട് ഇങ്ങനെ ചിരിക്കും. ആണോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണൻകുട്ടൻ പാൻസിലാണ് കേട്ടോ. കാരണം ഉണ്ടായിരുന്ന നൈറ്റ് മുഴുവൻ മഴയായിരുന്നു കേട്ടോ. ജിംബു ഉണ്ടോ, ജിംബു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആളെണീറ്റപ്പോൾ. നല്ല സുഖമല്ല കിടക്കാനായിട്ട്. അമ്മമ്മയുടെ രാവിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മമ്മ കിടക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ നീനമ്മ വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ കാണാനായിട്ട്. നീനമ്മ അല്ലെങ്കിൽ വല്യമ്മയൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെയാണ് മക്കളെ കാണാനൊക്കെ ആയിട്ട് വരാറുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ എന്താ അറിയില്ല, രാവിലെ തന്നെ ആൾ വന്നിട്ടുണ്ട്. കണ്ണനൊന്നും ഇന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നില്ല കേട്ടോ. അത്രയും സുഖകരമായ ഉറക്കമാണ്. ജിംബു ചേച്ചി ഇന്ന് രാവിലെ കറക്റ്റ് സമയത്ത് തന്നെ പല്ല് തേച്ചിട്ടുണ്ട് കേട്ടോ. എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ പല്ല് തേക്കാനായിട്ട് ഭയങ്കര മടിയാണ്. പക്ഷെ ഇന്ന് രാവിലെ ആൾ എണീറ്റ് വേറെ ടോയ്ലറ്റിൽ പോയി. അത് കഴിഞ്ഞിട്ട് നേരെ ബ്രഷ് ചെയ്തു. കാരണം ഉണ്ട്, എന്താണ്, ഇന്നലെ അമ്മായിമാർ വന്ന സമയത്ത് സിപ്പപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആൾ രാവിലെ തന്നെ നേരെ പല്ല് തേക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ടൊക്കെ വേണം പല്ല് തേക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ദോശയും കഴിച്ചു കേട്ടോ. ഇന്നിപ്പോൾ ദോശയ്ക്ക് ഞങ്ങൾ ഒരു മുട്ട ദോശ ഉണ്ടാക്കി കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനായിട്ട് എന്തായിരുന്നു, അവൽ ഉപ്മാവായിരുന്നു. അപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളത് കഴിച്ചു കേട്ടോ. പിന്നെ ഈ അത് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഇത് എൻ്റെ കാലിൻ്റെ നീരുള്ളത് ഈ കാലിനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും എന്ന് പറയുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ ഒരു എക്സസൈസാണ്. പക്ഷേ ഇങ്ങനെ ഒരു വെയിൻസിൻ്റെ ഒരു ഇഷ്യൂ ആവോ എന്നെനിക്കറിയില്ല. അപ്പം ഞാൻ ഈ ഒരു എക്സസൈസ് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെയിലി ഞാനൊരു 5 ടൈംസ് വെച്ചിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യും കേട്ടോ. ഇത് മാത്രമേ കാര്യമായിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു ഫുൾ ബോഡി വർക്കൗട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് കാലിലെ നീര് പോയിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഈ കാര്യത്തിൽ. ഇതെല്ലാം 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആരോഗ്യം നന്നായി നോക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഈ നീര് പോകാത്തതിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പം ഇന്ന് വൈകുന്നേരം ഞങ്ങളൊരു ലാബിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഷുഗർ കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ഈ നീര് പോകാത്തതിൻ്റെ ഒരു സീനുള്ളത് കൊണ്ട് ഒന്ന് അൽഷിഫ വരെ പോകണോ എന്നൊരു ചിന്താഗതി ഉണ്ട് കേട്ടോ. പക്ഷേ ഈ മക്കളെ വെച്ചിട്ട് പോവാം, എങ്ങനെ എത്രത്തോളം നടപ്പിലാവുമെന്ന് അറിയില്ല. പക്ഷേ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും അറിയില്ല, നല്ലൊരു ഡോക്ടേഴ്സ് അങ്ങനെയൊന്നും അറിയില്ല. അപ്പം ഇവിടെ ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോകാൻ ഹോസ്പിറ്റലുണ്ടല്ലോ, അൽഷിഫ. ഇപ്പോൾ കിംസ് അൽഷിഫ എന്നാണ് പറയുന്നത് കേട്ടോ. പെരിന്തൽമണ്ണയിലാണ് ആ ഹോസ്പിറ്റലുള്ളത് കേട്ടോ. അപ്പം മിക്കതും പോകുന്നതിന് മുന്നേ അങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. കണ്ണൻ ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. എണീറ്റ് കഴിഞ്ഞെങ്കിൽ ആൾ നന്നായിട്ട് ചിരിക്കും, നമ്മൾ നോക്കി കുറേ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ ചുണ്ടോടൊക്കെ ഇങ്ങനെ സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ ഈ മീനിന് CAP എന്നാണ് പറയുക കേട്ടോ. തിലാപ്പിയ എന്നൊക്കെയാണ് ശരിക്കും പേര് എന്ന് തോന്നുന്നു. ഇത് പകുതി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തോരനാണ് കേട്ടോ. തോരനല്ല, ഉപ്പേരി. തൃശ്ശൂർ തോരൻ എന്ന് പറയും, ഇവിടെ ഉപ്പേരി എന്ന് പറയും. പീച്ചിങ്ങ ഉപ്പേരി. ഇനി അനദർ ഫേവറേറ്റ് ആണ് മത്തങ്ങ പയർ എരിശ്ശേരി. ഇത് കുറച്ച് അധികം എടുക്കും കേട്ടോ, കാരണം ചോറ് മാത്രം കഴിച്ച് വയറ് നിറയ്ക്കാൻ പറ്റില്ല. പിന്നെ അത്ര അധികമൊക്കെ എടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ഹലോ, കുറേ ദിവസമായല്ലേ. ഡെലിവറിയുടെ മുന്നേ ആണല്ലോ നമ്മളിങ്ങനെയൊക്കെ ഇരുന്നൊക്കെ സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ഇവിടെ കേട്ടോ. കിച്ചണിൻ്റെ ഇവിടെ ഒരു തിന്നുണ്ട്. അവിടെ എൻ്റെ ഫുഡ് കഴിക്കില്ല എപ്പോഴും. പിഴിച്ചിങ്ങനെ തോന്നുന്നുണ്ടല്ലോ, അടിപൊളി കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, സവോള ആണെങ്കിൽ സവോള കുഞ്ഞായിട്ട് കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ ചെറിയ ഉള്ളി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഈ പീച്ചിങ്ങ കട്ട് ചെയ്തായിരിക്കും ഇടുക. ഉപ്പിടുക. ചീനമുളകാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം, അപ്പം കടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട്
കുറച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുക. സംഭവം റെഡി ആയിട്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒന്നും വേണ്ട. പക്ഷേ കുറേ ചോറൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ കറിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുണ്ട് നമുക്ക് കേട്ടോ. അടിപൊളി. പണ്ട് വരയ്ക്കുന്ന സമയത്ത് അവിടെ ഹോസ്റ്റലിൽ മത്തങ്ങ പയർ എരിശ്ശേരി ഉണ്ടാവും. മത്തങ്ങയ്ക്ക് ഭയങ്കര റേറ്റ് കുറവാണല്ലോ. അപ്പം മിക്കതും ഉണ്ടാവും എരിശ്ശേരി. ഞാൻ അന്നാണെങ്കിൽ കുറേ ചോറ് കഴിക്കും. പക്ഷെ എനിക്ക് ഇപ്പോഴും മടുത്തിട്ടില്ല കേട്ടോ. പണ്ട് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ചില കറികളൊക്കെ എനിക്ക് മടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കറി സ്റ്റിൽ ഫേവറേറ്റിലൊന്നാണ് കേട്ടോ. പിന്നെ ഇന്നിനി വേറെ സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരക്കിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഷുഗർ കൂടിയോ കൊളസ്ട്രോൾ എന്തായെന്നോ ഒരു ഐഡിയ ഇല്ല. ചില മിക്കതും ഡെലിവറി കഴിയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കയറി വരുമല്ലോ. അപ്പോൾ ഇന്ന് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്തോരം പറ്റുമെന്ന് എനിക്കറിയില്ല ഷൂട്ട് ചെയ്യാനായിട്ട്. കാരണം അമ്മയും മക്കളും മാത്രമേ ഉള്ളത്. അമ്മയ്ക്ക് കുഞ്ഞിനെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? ഓരോ ബൈറ്റിലും കപ്പൽ ഓടുന്ന വെള്ളം. മഴ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തുണികളൊക്കെ വിരിച്ചിട്ടു. നമ്മളിവിടെ ചേച്ചി വന്നില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ ആൾ അലക്കാനൊന്നും വന്നില്ല. അപ്പോൾ നമ്മളിന്ന് വാഷിംഗ് മെഷീനിലാട്ടോ കേട്ടോ തുണികളൊക്കെ. കണ്ണൻ്റെ ഈ അപ്പിത്തുണി ശുചി തുണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ വാഷിംഗ് മെഷീൻ കഴിഞ്ഞപ്പോൾ ഞാനതൊക്കെ വിരിച്ചിട്ടും കുറേ തുണികളും ഒക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. വന്നപ്പോഴേക്കും എന്നെ അത് വേർത്ത് കുളിച്ചു. അത് കഴിഞ്ഞിട്ടത് ഇപ്പം ഇരുന്നപ്പോഴേക്കും നല്ല ഇരുട്ട് മൂടിയിരിക്കുന്നു കേട്ടോ. മിക്കതും ഇപ്പോൾ മഴ പെയ്യുന്നു തോന്നുന്നു. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പം സമയം 2 മണിക്കായിട്ടുണ്ട്. ഇനി 3:30 ആകുമ്പോഴാണ് വണ്ടി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ മഴ നിന്നിട്ടില്ലെങ്കിൽ തുണികളൊക്കെ ഉണങ്ങും. അല്ലെങ്കിൽ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് കുറച്ച് സ്പേസേ ഉള്ളൂ വിരിച്ചിടാനൊക്കെ ആയിട്ട്. കാരണം നമ്മളെപ്പോഴും നിൽക്കാറില്ലല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇതുപോലെ സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഹാളിലൊക്കെ തുണി വിരിച്ചിടും. അങ്ങനെയൊക്കെയാണ്. പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ ശരി, ഫുഡ് കഴിച്ചിട്ട് വേഗം പോയി റെഡി ആവട്ടെ കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ല. അപ്പോഴേക്കും നല്ല മഴക്കാർ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അയ്യോ എല്ലാവരും ഉണ്ട്. ഇത് പച്ചമുളക് കടിച്ചു കേട്ടോ. ഇന്ന് ജിംബു ഉണ്ട് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ. ജിംബുക്കുട്ടൻ റോക്സ്. അയ്യോ കാട്ടിനുള്ളിലാണ് ഞങ്ങൾ തുണി വിരിച്ചിടുന്നത്. എൻ്റെ പപ്പയുടെ ഒരു കാര്യം. പപ്പ കുറേ ദിവസമായി കാട് വെട്ടണം എന്ന് പറയുന്നു. ഒന്നും ചെയ്തു തരുന്നില്ല അല്ലേ ജിംബോ? ഓടി വായോ. അയ്യോ അയ്യോ മഴ പെയ്തു. വേഗം മഴ പെയ്തു. ഓടുമ്പോ സൂക്ഷിക്കുന്നുണ്ട്. അവിടെ പപ്പായയുടെ ഒരു ഇല കിടക്കുന്നുണ്ട് പഴുത്തത്. തട്ടി വഴിക്ക് വീഴുന്നിട്ടോ. ഞാൻ വീഴാൻ പോയി കേട്ടോ. പതിയെ 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 ഓട. എൻ്റെ അമ്മ എന്തൊരു. അങ്ങനെ
ഫുഡൊക്കെ കഴിച്ചു ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു 3:30 ഒക്കെ ആയപ്പോൾ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണനെ പ്രത്യേകിച്ച് റെഡിയാക്കുന്നൊന്നും ഇല്ല കേട്ടോ, കാരണം ബേബി ബെഡിലാണ് ഇടുന്നത്. അപ്പോൾ പിന്നെ റെഡിയാക്കിയൊന്നുമില്ല, ജസ്റ്റ് അതിലേക്ക് അങ്ങ് ഇട്ടേ ഉള്ളൂ. ഞങ്ങളൊക്കെ പിന്നെ അത്യാവശ്യം റെഡി ആവണമല്ലോ, പിന്നെ മക്കളൊക്കെ ആകുമ്പം ഇങ്ങനെ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ വലുതാക്കി റെഡിയാക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ച് ആൾ പ്രത്യേകിച്ച് റെഡിയാക്കിയില്ല കേട്ടോ. ജിംബു ആണ് എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത്. ഒരു ഷേക്കി ഫീലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു രസം. അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, ഇത് ഫുള്ളായിട്ടങ്ങ് ഈ ക്ലിപ്പ് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ല, കാരണം അങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട്. പക്ഷേ ആൾ നൈസായിട്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടെ തന്നെ എടുത്തു തന്നു കേട്ടോ. അപ്പോൾ അവൾക്കൊരു സന്തോഷമായത് ആക്ച്വലി. ഞാൻ ഈ വീഡിയോ ഇനിയിപ്പോൾ ഇടുമ്പോഴും കാണുമ്പോഴും ആൾക്ക് ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാബിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. രാവിലെയൊക്കെ പോകുമ്പോൾ അമ്മ പറയുന്നതൊക്കെ നല്ല തിരക്കാന്നുള്ളത്. പക്ഷേ ഈ സമയത്ത് ഞങ്ങളൊരു വൈകുന്നേരം 3:30-4 മണിക്ക് ആയി എത്തിയപ്പോൾ അവിടേക്ക് 3:45 കണ്ടോ, കറക്റ്റ് ക്ലോക്കിൽ സമയമുണ്ട്. അങ്ങനെ എത്തി. അമ്മയുടെ ബ്ലഡ് എടുത്തു, എൻ്റെ ബ്ലഡ് എടുത്തു. എനിക്കിത് ഇഞ്ചക്ഷൻ വെക്കുകയെന്ന് പറയുന്നത്, ഇതൊക്കെ ജിംബു എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇഞ്ചക്ഷൻ വെക്കുകയെന്ന് പറയുന്നത് എനിക്ക് വളരെയധികം പേടിയാണ്. എത്ര വേണമെങ്കിലും പ്രസവിക്കാം, പക്ഷേ ഇഞ്ചക്ഷൻ കാണുന്നത് എനിക്കിപ്പോഴും സ്റ്റിൽ പേടിയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഇഞ്ചക്ഷൻ കയറ്റുന്ന സമയത്ത് ഒരു വേദന ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എടുക്കുന്ന സമയത്തും ആ ഒരു വേദന. എനിക്ക് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ കേട്ടോ, എടുക്കാനാവുന്ന സമയത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ജിംബുവിന് പപ്സ് വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പപ്സ് എനിക്ക്, ആൾക്ക് കിൻഡർ ജോയ്. അപ്പം ഞങ്ങൾ അങ്ങനെ അടുത്തൊരു കുഞ്ഞു ബേക്കറി ഉണ്ട്, കരിങ്കല്ലത്താണി തന്നെ. അപ്പോൾ അവിടെ കയറി. കണ്ണൻ നല്ല കളിയായിട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും ആൾ നല്ല എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലെത്തി. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ ആയി. വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഹാളിൽ നിറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ആട്ടോ. ഒന്ന് ലൈറ്റ് പോലും കിട്ടില്ല, അത്രയും ഡാർക്കാണ് ഇപ്പോൾ ഇവിടെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ രാത്രി കിടക്കാനായിട്ടപ്പം കണ്ണൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.